ഇനി നമുക്ക് അപ്രോച്ചിൽ ഒരു ഇക്വേഷനും കൂടി നോക്കാനുണ്ട്, ഒന്നല്ല 2 ഇക്വേഷനും കൂടി നോക്കാനുണ്ട്. അത് നമ്മൾ നേരത്തെ പഠിച്ച അപ്രോച്ച് വിത്തൗട്ട് ടാക്സിലുള്ള ഇക്വേഷൻ തന്നെ നമ്മൾ ടാക്സിൻ്റെ എഫക്റ്റ് കൂടി കൺസിഡർ ചെയ്താൽ നമ്മൾ ആ ഇക്വേഷനായിട്ട് മാറും. അപ്പോൾ ആ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം നമുക്ക്. അതിൽ ആദ്യത്തെ എന്താണെന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണാനുള്ള ഒരു ഷോർട്ട് കട്ട് ആയിട്ടുള്ള ഇക്വേഷനാണ്. നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണുന്നത്. അതായത് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് എടുത്തു, എന്നിട്ട് അത് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിച്ചു ഓൾറെഡി. അപ്പം അങ്ങനത്തെ കേസ് അല്ലാതെ നേരിട്ട് ഡയറക്റ്റായിട്ട് തരുന്ന കേസിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് ഈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈ ഇക്വേഷനിലൂടെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്ത അതേപോലെ തന്നെ, അതായത് ജസ്റ്റ് വെയ്റ്റ്സ് ഒക്കെ എടുത്ത് നമ്മളിവിടെ ചെയ്ത പോലെ വാല്യൂ ഓഫ് ഇക്വിറ്റി എടുക്കുക. ആദ്യം വാല്യൂ ഓഫ് ഇക്വിറ്റി എത്രയാണ്, ആദ്യം നമ്മൾ വാല്യൂ ഓഫ് ദ ഫേം കണ്ടുപിടിക്കുക. എന്നിട്ട് വാല്യൂ ഓഫ് ദ ഫേമിന്ന് വാല്യൂ ഓഫ് ഡെപ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ വാല്യൂ ഓഫ് ഇക്വിറ്റി കിട്ടും. ദാറ്റ് ഈസ് ഒബ്വിയസ്, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ 1,75,000 അതായത് വാല്യൂ ഓഫ് ഇക്വിറ്റി കിട്ടി. ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ആണ് എന്ത്, ഷെയർ ഹോൾഡേഴ്സിനുള്ള ഏർണിങ്സ് എന്ന് പറയുന്നത്. അത് ഡിവൈഡ് ബൈ വാല്യൂ ഓഫ് ഇക്വിറ്റി ചെയ്താൽ എന്ത് കിട്ടി, വാല്യൂ ഓഫ് ഇക്വിറ്റി ചെയ്താൽ എന്ത് കിട്ടി, കെ കിട്ടുമല്ലോ. അപ്പം അങ്ങനെ കെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ചെയ്യാം. എന്നിട്ട് പിന്നെ ഡെപ്റ്റിൻ്റെ കോസ്റ്റും ഡെപ്റ്റിൻ്റെ വെയ്റ്റും ഇതിൻ്റെ വെയ്റ്റും ഇക്വിറ്റിൻ്റെ വെയ്റ്റും എടുത്തിട്ട് അതിന് എത്ര പെർസെൻറ്റേജാണ് വെയ്റ്റ് എന്ന് നോക്കിയിട്ട്, എന്നിട്ട് അതിന് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഓരോ ഈച്ചിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കിട്ടും. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെപ്റ്റിൻ്റെ കോസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ ആഫ്റ്റർ ടാക്സ് ആണ് എടുക്കുക. ബട്ട് ദിസ് ഇക്വേഷൻ ഹാസ് സം ഡിഫറൻസ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഇക്വേഷനിൽ നമ്മൾ എടുക്കുന്നത് ഈ കെ ഡി എന്ന് പറയുന്നത് എന്തല്ല, ഇത് ആഫ്റ്റർ ടാക്സ് അല്ല, ഇത് ബിഫോർ ടാക്സ് കെ ഡി ആണ്. കാരണം അതിനെ കൊണ്ടാണ് ഇവിടെ ഈ ടാക്സിൻ്റെ എഫക്റ്റ് നമ്മൾ ഇവിടെ ലെസ് ചെയ്യുന്നത്. ഈ ഡെപ്റ്റ് ഇൻറ്റു 1 - ടാക്സ് എന്നാണ് ഇവിടെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ ടാക്സ് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇവിടെ ടാക്സ് കൺസിഡർ ചെയ്യരുത്. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്. KE = KO പ്ലസ് ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഇൻറ്റു KO - KD. ഇത് നമ്മൾ എവിടെ പഠിച്ച ഇക്വേഷനാണ്? ഇത് നമ്മൾ അപ്രോച്ച് വിത്തൗട്ട് ടാക്സിൽ പഠിച്ച കാര്യമാണ്. അതിൽ എന്താണ് പറയുന്നത്, KO നമുക്ക് KE കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് പറയുന്നത്, KO എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും, KE ആയിരിക്കും എന്തായിരിക്കുന്നത്, ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ കേസിൽ നമുക്ക് KE ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ KE കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, KO ഓൾറെഡി ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടാവും, അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതും ഡെപ്റ്റും ഇക്വിറ്റിയും എത്രയാണ് പ്രൊപ്പോർഷൻ എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ എന്ത് കണ്ടുപിടിക്കാം, KE കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇക്വേഷൻ വരുന്നത്. ഇത് വിത്തൗട്ട് ടാക്സിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഇക്വേഷനാണിത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം, അതുപോലെ തന്നെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി നല്ലോണം വരും. അപ്പം ഇതിൽ ഈ KOക്ക് പകരം ഇവിടെ എന്ത് ചെയ്തു, KEU ആയി. KOക്ക് പകരം ഇവിടെ KEU ആയി. KU എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻ അൺലിവേർഡ് ഫോം. അൺലിവേർഡ് ഫോമിലെ KU എന്ന് പറഞ്ഞാൽ എന്താണ്, അൺലിവേർഡ് ഫോമിലെ KO ആണ് അല്ലേ. അൺലിവേർഡ് ഫോമിലെ KO ആണ് KEU എന്ന് പറയുന്നത്. ആ KEUയും അതുപോലെ തന്നെ പ്ലസ് പിന്നെ അൺലിവേർഡ് ഫോമിലെ KOയും ലിവേർഡ് ഫോമിലെ ഡെപ്റ്റും. ഈ ഡെപ്റ്റ് എന്താണ്, ബിഫോർ ടാക്സ് ആണ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. നമ്മൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുക ഏതാണ് നമ്മൾ കൺസിഡർ ചെയ്യുക, ആഫ്റ്റർ ടാക്സ് ആണ് കൺസിഡർ ചെയ്യുക. ശരിക്കും നമ്മൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ആഫ്റ്റർ ടാക്സ് ആണ് കമ്പ്യൂട്ട് ചെയ്യുക. അതിൽ ഉള്ള പോലെയല്ല ഇതിലെന്ന് പറയുമ്പോൾ KD ഇത് ബിഫോർ ടാക്സ് ആണ് എടുക്കുക. ഈ ഇക്വേഷനിൽ ബിഫോർ ടാക്സിലാണ് KD എടുക്കുന്നത്. അപ്പോൾ ഈ അപ്രോച്ചിൽ ഇതും മോഡിഗ്ലാനി മില്ലർ ഡിറൈവ് ചെയ്ത ഫോർമുലയാണ്, ഇത് മോഡിഗ്ലാനി മില്ലർ ഡിറൈവ് ചെയ്ത ഫോർമുലയാണ്.
ഇതിലെങ്ങനെയാണ് ഈ ഫോർമുല വന്നതെന്ന് വെച്ചാൽ ഇതിപ്പം കെ ഒ രണ്ടും ഇത് രണ്ടും ഏതാണ്ട് നമുക്ക് കെ ഒ ആയിട്ട് എടുക്കാം. കാരണം ഇത് അൺലിവേർഡ് ഫോമിലെ കെ ഒ ആണ്. അൺലിവേർഡ് ഫോമിലെ കെ ഒ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ അൺലിവേർഡ് ഫോമിലെ കെ ഒ മൈനസ് കെ ഡി ഇതൊക്കെ സെയിം ആയിട്ട് വരുന്നുണ്ട്. ഡെപ്റ്റ് ഡിവൈഡ് ബൈ ഇക്വിറ്റി അതും സെയിം ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ ഡിഫറൻസ് ഉള്ള എന്താണ്? ഡെപ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ്, ഇതാണ് ഇവിടെ ഡിഫറൻസ് ഉള്ളത്. ഈ 1 മൈനസ് ടാക്സ് എഫക്റ്റ് എന്താണ്? നമ്മൾ ടാക്സിൻ്റെ സേവിങ് ആയിരിക്കും നമ്മളുടെ വാല്യൂ ഓഫ് ദ ഫേമിന് ഡിഫറെൻറ്റ്. അതായത് വാല്യൂ ഓഫ് ദ ഫേമിൽ ടാക്സിൻ്റെ വാല്യൂ ഓഫ് ലിവേർഡ് ഫേമിൽ ടാക്സിൻ്റെ സേവിങ് കൂടി ആഡ് ചെയ്യണമെന്ന് എന്ത് പറയുന്നുണ്ട്? മോഡിഗ്ലിയാനി മില്ലർ പറയുന്നുണ്ട്. അപ്പം ആ ഒരു സേവിങ് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 1 മൈനസ് ടാക്സ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം വിത്തൗട്ട് ടാക്സ് ആണെങ്കിൽ കെ ഒ പ്ലസ് ഡെപ്റ്റ് ഡിവൈഡ് ബൈ ഇക്വിറ്റി ഇൻറ്റു കെ ഒ മൈനസ് കെ ഡി. ഇനി വിത്ത് ടാക്സ് ആണെങ്കിൽ കെ ഇ ഈസ് ഈക്വൽ ടു കെ ഇ യു, അതായത് കെ ഒ ഇൻ അൺലിവേർഡ് ഫോം പ്ലസ് കെ ഇ യു മൈനസ് കെ ഡി ഇൻറ്റു ഡെപ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് നമുക്ക് ക്വസ്റ്റ്യനിലൂടെ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത് നിങ്ങൾക്ക് ഈ ഇക്വേഷന് ഐ സി ഐൻ്റെ ക്വസ്റ്റ്യൻസിന് ആൻസറിൽ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇല്ലസ്ട്രേഷൻ 10 റെഫർ ചെയ്യുക, എന്നാലും നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളത് കിട്ടും. അപ്പം ഇതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഐ സി ഐൻ്റെ ടെക്സ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഇക്വേഷനാണ് കാണാം. അതായത് കെ ഇ യു പ്ലസ് ഡെപ്റ്റ് ഡിവൈഡ് ബൈ ഡെപ്റ്റ് പ്ലസ് ഇക്വിറ്റി ഇൻറ്റു കെ ഇ യു മൈനസ് കെ ഡി എന്ന് പറയുന്ന ഇക്വേഷനാണ് കാണാം. ബട്ട് ഈ ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടില്ല? കറക്റ്റായിട്ടുള്ള കെ ഇ അല്ല കിട്ടുന്നത്. അപ്പോൾ അതിനെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഐ സി ഐ തന്നെ ക്വസ്റ്റ്യനിൽ ചെയ്തിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ഇക്വേഷൻ ഫോളോ ചെയ്യുക, ഈ സ്റ്റാർട്ട് ഇത് ചെയ്യണം. ഈ ഇക്വേഷൻ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട, ഈ ഇക്വേഷൻ ഫോളോ ചെയ്താൽ മതി. കെ യു സിക്കൽ കെ യു പ്ലസ് കെ യു മൈനസ് കെ ഡി ഇൻറ്റു ഡെപ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് ഡിവൈഡ് ബൈ ഇക്വിറ്റി എന്നുള്ള ഈ ഇക്വേഷൻ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ക്വസ്റ്റ്യനിലൂടെ നോക്കാം. അതിന് മുന്നേ തന്നെ ഒന്നും കൂടി ഒരു ഇക്വേഷനും കൂടി ഒന്ന് പറഞ്ഞേക്കാം, എന്നാൽ പിന്നെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്താലോ. പിന്നെ ഇതിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേറൊരു ഇക്വേഷനും കൂടി ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻ ലിവേർഡ് ഫോം ഈസ് ഈക്വൽ ടു ലിവേർഡ് ഫോമിലെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അൺലിവേർഡ് ഫോമിലെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണെന്ത്? കെ ഇ യു. കെ ഇ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻ അൺലിവേർഡ് ഫോം. അൺലിവേർഡ് ഫോമിൽ ഇക്വിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെന്താണ്? അവിടുത്തെ കെ ഒ ആണ്. അവിടുത്തെ കെ ഒ ഇൻറ്റു 1 മൈനസ് ടി എൽ എന്നാണ് ഇക്വേഷൻ വരുന്നത്. 1 മൈനസ് ടി എൽ എന്താണ്? ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ടാക്സ് റേറ്റ് ആണ്. ഈക്വൽ ടു കെ ഇ യു ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് മൾട്ടിപ്ലൈഡ് ബൈ എൽ. എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഡെപ്റ്റ് പ്ലസ് ഇക്വിറ്റി ഇൻറ്റു ടാക്സ് റേറ്റ്. അത് അൺലിവേർഡ് ഫോമിലെ കെ ഒനെ 1 മൈനസ് ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഡെപ്റ്റ് പ്ലസ് ഇക്വിറ്റി ഇൻറ്റു ടാക്സ് റേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കെ ഒ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ക്വസ്റ്റ്യനിലൂടെ തന്നെ നോക്കാം, കണ്ടുപിടിക്കാൻ കഴിയുമോ നോക്കാം. നമ്മളിപ്പോൾ നേരത്തെ ചെയ്തു വെച്ച ക്വസ്റ്റ്യനില്ലേ, ആ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് ആദ്യം തന്നെ കെ ഒ കണ്ടുപിടിക്കാനാണ്. കെ ഒ ഈസ് ഈക്വൽ ടു കെ ഇ യു കെ ഇ യു ഇൻറ്റു 1 മൈനസ് ടി എൽ എന്നാണ് ഇക്വേഷൻ വരുന്നത്. ദാറ്റ് ഈസ് ടാക്സ് റേറ്റും ഡെപ്റ്റ് ഡിവൈഡ് ബൈ ഡെപ്റ്റ് പ്ലസ് ഇക്വിറ്റിയും.
അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ക്വസ്റ്റ്യനിൽ പോയിട്ട് നമുക്ക് എന്തൊക്കെയാണുള്ളത് നോക്കണം. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താണ്? $10 lakh ആണ് ഡെപ്റ്റ് ഉള്ളത്. അതുപോലെ തന്നെ 12% ഡിബഞ്ചേഴ്സ് ആണ്, 30% ആണ് ടാക്സ് റേറ്റ്, EBIT 2,50,000 ആണ്, ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ 20% ആണ്. കുറേ കാര്യങ്ങൾ കിട്ടി. അപ്പോൾ ആ കുറേ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. അപ്പോൾ ഈ കേസിൽ നമ്മളെ KEO എത്രയാണ്? ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പറഞ്ഞു പോവാണ്. നമുക്ക് ക്വസ്റ്റ്യൻ അതായത് ഇല്ലസ്ട്രേഷൻ 10 തന്നെ നിങ്ങൾ നോക്കിയാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് ഇല്ലസ്ട്രേഷൻ 10 ഒന്ന് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കുക. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ കിട്ടാതുണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത ശേഷം ഒന്നുകൂടി റെഫർ ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ആ കോൺസെപ്റ്റ് മനസ്സിലാവുക. അപ്പം KEO എത്രയാണ് വരുന്നത്? 20% ആണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ വാല്യൂ ഓഫ് ദ ഫേം ഇവിടെ ഡെപ്റ്റ് എന്ന് പറയുന്നത് 10 lakh ആണ്. KD ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 12% ആണ്. ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 30% ആണ്. അതുപോലെ തന്നെ വേറെന്താണുള്ളത്? ടാക്സ് റേറ്റ് 30% ആണ്. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻസ് ആണ്. പിന്നെ EBIT ഉണ്ട്. EBIT എന്ന് പറയുന്നത് 2,50,000 ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ഇതിന് നമുക്ക് ഷോർട്ട് കട്ടായിട്ട് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച രീതി മെത്തേഡ്സ് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇതിന്ന് അങ്ങനൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാം, വാല്യൂ ഓഫ് ദ ഫേം കണ്ടുപിടിക്കുക. ആദ്യം തന്നെ വാല്യൂ ഓഫ് ദ ഫേം എന്താണ്? വാല്യൂ ഓഫ് അൺലിവേർഡ് ഫേം പ്ലസ് ഡെപ്റ്റ് ഇൻറ്റു ടാക്സ് റേറ്റ് ഈക്വൽ ടു വാല്യൂ ഓഫ് അൺലിവേർഡ് ഫേം എത്രയാണ് ഇവിടെ വരുന്നത്? 2,50,000 ഡിവൈഡഡ് ബൈ 20% പ്ലസ് ഡെപ്റ്റ് എത്രയാണ്? 10 lakh. ടാക്സ് റേറ്റ് എത്രയാണ് വരുന്നത്? 30%. ഈക്വൽ ടു 2,50,000 ഡിവൈഡ് ബൈ 20% എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ 2,50,000 ഡിവൈഡ് ബൈ 20% ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്, ഇവിടെ ടാക്സ് നമ്മൾ ലെസ് ചെയ്യണം. ഇത് ഒരിക്കലും മറന്നു വരുത്. അതായത് വാല്യൂ ഓഫ് അൺലിവേർഡ് ഫേം കാണുമ്പോൾ നമ്മൾ ടാക്സും ലെസ് ചെയ്തിട്ട്, അതായത് ആഫ്റ്റർ ടാക്സ് ആയിരിക്കും, ടാക്സ് ഉള്ള കേസിൽ ആഫ്റ്റർ ടാക്സ് ആയിരിക്കും നമ്മൾ ഏർണിങ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ 1 - 0.3 എന്ന് പറയുമ്പോൾ 1,75,000 വരും. അത് ഡിവൈഡ് ബൈ 20% എന്ന് പറയുമ്പോൾ 8,75,000 ആണ് വരിക. 8,75,000 പ്ലസ് 3 lakh ഇസ് ഈക്വൽ ടു 11,75,000 ആണ് എന്തെന്ന് പറയുന്നത്. ഇതിൽ ടോട്ടൽ ആയിട്ടുള്ള വാല്യൂ ഓഫ് ദ ഫേം എന്ന് പറയുന്നത്. ഈ വാല്യൂ ഓഫ് ദ ഫേം എന്ന് പറഞ്ഞാൽ എന്താണ്? വാല്യൂ ഓഫ് ഡെപ്റ്റ് പ്ലസ് വാല്യൂ ഓഫ് ഇക്വിറ്റി അല്ലേ? അപ്പോൾ ഇനി നമുക്ക് KO കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് വാല്യൂ ഓഫ് ദ ഫേം കിട്ടി. വാല്യൂ ഓഫ് ദ ഫേം എന്ന് പറഞ്ഞാൽ എന്താണ്? വാല്യൂ ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കാം വേണമെങ്കിൽ ജസ്റ്റ്. അതായത് വാല്യൂ ഓഫ് ദ ഫേം മൈനസ് ഡെപ്റ്റിൻ്റെ വാല്യൂ. എത്രയാണ്? 10 lakh അൺഡെപ്റ്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 1,75,000 ആണ് എന്തിൻ്റെ വാല്യൂ? ഇക്വിറ്റിൻ്റെ വാല്യൂ വരുന്നത്. പിന്നെ നമുക്ക് ആ ഇക്വേഷനിലേക്ക് കൊടുത്തു നോക്കാം. KO ഈസ് ഈക്വൽ ടു, ഇത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അതായത് നേരെ വാല്യൂ ഓഫ് ദ ഫേം എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ് ഡിവൈഡ് ബൈ ഇക്വിറ്റി ആണ്.
പിന്നെ നമുക്ക് ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി പ്ലസ് ഡെപ്റ്റ് ആണ് വേണ്ടത്. അപ്പോൾ ഈ ഡെപ്റ്റ് ഇക്വിറ്റി പ്ലസ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് ദ ഫേം ആണ്. അപ്പോൾ ഇത് കണ്ടുപിടിച്ചോളന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് വെച്ചു എന്നുള്ളൂ. അപ്പോൾ KO ഇസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ വരുന്നത്? KEU പ്ലസ് KEU എത്രയാണ്? 20% ആണ്. 20% പ്ലസ് ഡെപ്റ്റ് എത്രയാണ് വരുന്നത്? ഡെപ്റ്റ് വരുന്നത് 10 lakh ആണ്. 10 lakh ഡിവൈഡഡ് ബൈ 11,75,000 ആണ് ഡെപ്റ്റ് പ്ലസ് ഇക്വിറ്റി വരുന്നത്. ഇൻറ്റു 1 മൈനസ് ടാക്സ് ഇവിടെ കൊടുക്കണം. ഇത് സോറി, നമ്മുടെ ഇക്വേഷൻ തന്നെ മാറിപ്പോയി. KO is equal to KEU into 1 minus TL ആണ് ഇക്വേഷൻ വരുന്നത്. ഈക്വൽ ടു KEU എത്രയാണ്? KEU 20% ആണ്. 20% ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് എത്രയാണ് വരുന്നത്? 30% ആണ്. ഡെപ്റ്റ് എത്രയാണ്? 10 lakh ആണ്. 10 lakh ഡിവൈഡഡ് ബൈ 11,75,000 ഇൻറ്റു ടാക്സ് റേറ്റ് ഈക്വൽ ടു 30% ഈക്വൽ ടു അപ്പോൾ എത്ര വരിക? 1 മൈനസ് 10 lakh into 30%, 3 lakh divided by 11,75,000 is equal to 0.25 something വരും. മൈനസ് 174 into 20% is equal to 14.89% എന്ന് വരും. ഇതൊന്നും നിങ്ങൾ ചെയ്ത് നോക്കൂ, അപ്പം കറക്റ്റായിട്ട് കിട്ടുന്ന കാണാം. അപ്പോൾ കണ്ടോ, നമ്മൾ കണ്ടുപിടിച്ച അതേ സാധനം തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എവിടെ പോയി? അതാ കണ്ടോ, 14.89% എന്ന് കിട്ടിയത് കണ്ടോ. അപ്പോൾ ഇത്രയും പെട്ടെന്ന് ഇക്വേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിനെ കൊണ്ട് ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ജസ്റ്റ് ഓർമ്മിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ചിലപ്പോൾ ഈ ഇക്വേഷൻ തന്നെ ചോദിച്ചെന്ന് വരാം. അപ്പോൾ ആ കേസിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതായത് KO is equal to KEU into 1 minus TL. TL എന്ന് പറഞ്ഞാൽ ടാക്സ് T എന്ന് പറഞ്ഞാൽ ടാക്സ് റേറ്റ് ആണ്. L എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ് ഡിവൈഡ് ബൈ ഡെപ്റ്റ് പ്ലസ് ഇക്വിറ്റി ആണ്. ഡെപ്റ്റ് ഡിവൈഡ് ബൈ ഇക്വിറ്റി അല്ല, ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഡെപ്റ്റ് പ്ലസ് ഇക്വിറ്റി. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? KO കിട്ടി. KO കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്താ വേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് KE ആണെന്ന് പറഞ്ഞു. അപ്പോൾ KE ഈസ് ഈക്വൽ ടു KEU പ്ലസ് ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഇൻറ്റു 1 മൈനസ് ടാക്സ് ഇൻറ്റു KEU മൈനസ് KD. ഇവിടെ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും നിങ്ങൾ പിന്നെ KO കണ്ടുപിടിച്ചെന്ന് വിചാരിച്ച് ആ KO ഒരിക്കലും ഇവിടെ കൊടുക്കരുത്. ഇവിടെ KEU ആണ് ചോദിക്കുന്നത്. KEU എന്ന് പറഞ്ഞാൽ KO ഇൻ അൺലിവേർഡ് ഫേം ആണ്. അപ്പോൾ KO ഇൻ അൺലിവേർഡ് ഫേം ആണ് KEU ആണ് ഇവിടെ കൊടുക്കേണ്ടത്. KEU പ്ലസ് ഡെപ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് ഡിവൈഡ് ബൈ ഇക്വിറ്റി ഇൻറ്റു KEU മൈനസ് KD. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അതായത് 20% ആണ് KEU, നമുക്ക് ഓൾറെഡി അറിയാം. ഡെപ്റ്റ് എത്രയാണ് വരുന്നത്? ഡെപ്റ്റ് വരുന്നത് 10 lakh ആണ്. 10 lakh ഡിവൈഡഡ് ബൈ ഇക്വിറ്റി എത്രയാണ്? ഇക്വിറ്റി 1,75,000 ആണ് ഇക്വിറ്റി വരുന്നത്. ഇത് ഇവിടെ 1 മൈനസ് ടാക്സ് ചെയ്യാൻ മറക്കരുത്. 0.7 ഇൻറ്റു KE എത്ര? KEU 20% മൈനസ് KD. ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളിവിടെ ടാക്സ് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ
പിന്നെ ഇവിടെ ടാക്സ് കൺസിഡർ ചെയ്തിട്ടുള്ള ഇത് ചെയ്യരുത്. അപ്പോൾ ഇത് എന്താണ് എടുക്കേണ്ടത്? ഇത് ബിഫോർ ടാക്സ് ആണ് എടുക്കേണ്ടത്. ബിഫോർ ടാക്സ് ഐറ്റമാണ് എടുക്കേണ്ടത്. അപ്പോൾ 50% എന്ന് തന്നെ വരും. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കിയാൽ ഒന്ന് സോൾവ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് വരും? ഈക്വൽ ടു 20% പ്ലസ് 7 lakh divided by 1,75,000 into 5% എന്ന് വരും. lakh divided by 1,75,000 is equal to 4 into 5% plus 20%. ഇവിടെ 15% അല്ല 12% ആണ് ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. അപ്പോൾ അതിനെക്കൊണ്ട് ആണ് അവിടെ ഡിഫറൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓരോ നമ്മൾ നമ്പേഴ്സ് എടുക്കുമ്പോൾ മാറിപ്പോയാലും ആൻസേഴ്സ് ഫുള്ള് തെറ്റും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധയോടെ കൂടി ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഫൈനൽ ആൻസർ ശരിയായില്ലെങ്കിൽ പിന്നെ നമ്മളെ ഇതൊക്കെ പോകും. പിന്നെ സ്റ്റെപ്സിന് മാർക്കുണ്ടാവും. അതായത് ഓരോ ഐറ്റംസ് നമ്മൾ കണ്ടുപിടിച്ച് ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് മാർക്ക് ഉണ്ടാവും. നമ്മൾ ജസ്റ്റ് ഇക്വേഷൻ എഴുതിയെന്ന് വിചാരിച്ചാൽ അതിന് മാർക്ക് തരില്ല. അപ്പോൾ നിങ്ങൾ ഓരോ ഐറ്റംസ് ശരിയാക്കണം. അപ്പോൾ ഫസ്റ്റത്തെ തന്നെ നമ്മൾ കെയോ ഏതോ തെറ്റിപ്പോയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് എടുക്കുന്നത് തെറ്റിപ്പോയാൽ പിന്നെ ബാക്കിയുള്ള ഫുള്ള് നമ്മൾ തെറ്റിപ്പോകും. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ഇത് 12% ആണ്. അപ്പോൾ ഇൻറ്റു 8% ആണ് വരിക. അപ്പോൾ ഈസ് ഈക്വൽ ടു എത്രയാണെന്നത് 32% എന്ന് വരും. ഇത് അതായത് 20% പ്ലസ് 32% ഈസ് ഈക്വൽ ടു 52%. ഇത് തന്നെയല്ലേ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്? ലെറ്റ് മീ ചെക്ക്. ഉണ്ടോ? നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് എത്രയാണ്? 0.52 ആണ് കിട്ടിയിട്ടുള്ളത്. 0.52 എന്ന് പറഞ്ഞാൽ എന്താണ്? 52% അല്ലേ? യെസ്. അപ്പോൾ ഇത്രയും സിമ്പിളായി, അതായത് നമുക്ക് എളുപ്പത്തിലൂടെ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാ പോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇക്വേഷൻ ചോദിക്കുകയാണെങ്കിൽ ഇക്വേഷൻ വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ല നിങ്ങൾ ഇക്വേഷൻ വെറുതെ പഠിക്കേണ്ട എന്നുള്ള മൈൻഡ് സെറ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ തന്നെ ചെയ്താൽ മതിയാവും. അതായത് ആദ്യം നമ്മൾ EBIT കണ്ടുപിടിച്ച് EBT കണ്ടുപിടിച്ച് ടാക്സ് ലെസ് ചെയ്ത് ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വാല്യൂ ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കുക. ആദ്യം തന്നെ വാല്യൂ ഓഫ് ദ ഫേം കണ്ടുപിടിക്കുക. ആദ്യം തന്നെ വാല്യൂ ഓഫ് ദ ഫേം കണ്ടുപിടിക്കുക. എന്നിട്ടാണ് ബാക്കിയുള്ള ചെയ്യേണ്ടത്. അതായത് വാല്യൂ ഓഫ് ദ ഫേം നമുക്ക് എങ്ങനെ കിട്ടും? വാല്യൂ ഓഫ് ദ ഫേം ഡെപ്റ്റ്, വാല്യൂ ഓഫ് അൺലിവേർഡ് ഫേം പ്ലസ് ഡെപ്റ്റ് ഇൻറ്റു ടാക്സ് റേറ്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് വാല്യൂ ഓഫ് ദ ഫേം കിട്ടും. എന്നിട്ട് ആ വാല്യൂ ഓഫ് ദ ഫേം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വാല്യൂ ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കുക. വാല്യൂ ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കാൻ വാല്യൂ ഓഫ് ദ ഫേമിൽ നിന്നും നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡെപ്റ്റിൻ്റെ വാല്യൂ കുറച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? വാല്യൂ ഓഫ് ഇക്വിറ്റി കിട്ടും. ഈ വാല്യൂ ഓഫ് ഇക്വിറ്റീനെ നമ്മൾ ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡ് ബൈ വാല്യൂ ഓഫ് ഇക്വിറ്റി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? KE കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് KE കിട്ടി. KE കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? എന്നിട്ട് KEൻ്റെ വെയ്റ്റ്സ് KE അതായത് ഇക്വിറ്റി KE അതുപോലെ തന്നെ ഇക്വിറ്റിൻ്റെ വെയ്റ്റ്സ് അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണുന്ന കേസിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ടാക്സ് കുറച്ചിട്ടുള്ള ആഫ്റ്റർ ടാക്സ് ആയിട്ടുള്ള ഡെപ്റ്റാണ് എടുക്കേണ്ടത്. അതായത് നമ്മൾ സാധാ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലൊക്കെ പഠിച്ചിട്ടുള്ള അതേപോലെ തന്നെയാണ് ഡെപ്റ്റ് എടുക്കേണ്ടത്. പിന്നീട് നമ്മൾ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് എടുക്കേണ്ടാത്തത്? അതായത് ഡെപ്റ്റ് കുറച്ചിട്ടുള്ള അല്ലാത്ത നേരെ ബിഫോർ ടാക്സിലുള്ളത് നമ്മൾ ചെയ്യേണ്ടത് ഈ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോഴാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും ഒന്ന് മനസ്സ് വെക്കുക. ഈ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ടാക്സും കൂടി ലെസ് ചെയ്തിട്ടുള്ളതാണ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ആൻസർ തെറ്റിപ്പോവും. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. എന്നിട്ട് പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കിട്ടും. അപ്പോൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കിട്ടി,
കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും കിട്ടി. അപ്പോൾ ഇത് രണ്ടായിരിക്കും നമ്മളോട് ചോദിക്കുക ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയാണ്. മറ്റൊക്കെ ഏതാണ്ട് സെയിം ആണ്. ഇനി ഇതിലും സിമ്പിളായിട്ടുള്ള രീതി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നേരെ എന്ത് ചെയ്താൽ മതി, EBIT മൈനസ് 1 - ടാക്സ് ഡിവൈഡ് ബൈ KO ചെയ്താൽ വാല്യൂ ഓഫ് ദ ഫോം കിട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവം ഇതൊരു സിമ്പിൾ മെത്തേഡാണ്. ഈ സിമ്പിൾ മെത്തേഡ് നിങ്ങൾക്ക് MCQയിൽ അല്ലെങ്കിൽ ടൈമില്ലാത്ത ടൈമൊക്കെ ഇത് യൂസ് ചെയ്യാം. അല്ലാത്ത കേസിൽ നിങ്ങൾ മുകളിൽ ചെയ്ത പോലെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം ICAൻ്റെ ആൻസറിൽ ഇങ്ങനത്തെ ആൻസറാണ് ഉണ്ടാവാറ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വെരി ഷോർട്ട് കട്ടാണ്. EBIT × 1 - ടാക്സ്. അതായത് ടാക്സിൽ ഏണിങ്സ് EBIT നിന്ന് ടാക്സ് ലെസ് ചെയ്ത എമൗണ്ട് ആയിരിക്കും നമ്മുടെ ഫേമിൻ്റെ ഏണിങ്സ് എന്ന് പറയുന്നത്. അതായത് അത് ഫുള്ളായിട്ട് നമ്മുടെ ഇൻട്രസ്റ്റും കൂടി ഇൻട്രസ്റ്റും കൂടി ലെസ് ചെയ്യാതെ അത് ഫുള്ളി അൺലിവേർഡ് ഫേമിൻ്റെ കേസിലെ EBIT ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. എന്നിട്ട് അൺലിവേർഡ് ഫേമിൻ്റെ EBIT ഇന്ന് നമ്മൾ ടാക്സ് ലെസ് ചെയ്യും. ടാക്സ് ലെസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്രയാണ്, അൺലിവേർഡ് ഫേമിലെ EAT കിട്ടും. ആ EAT ഡിവൈഡഡ് ബൈ ലിവേർഡ് ഫേമിലെ KOനെ കൊണ്ട്. ഇത് ലിവേർഡ് ഫേമിലെ KO, അതായത് നമ്മളെ കണ്ടുപിടിക്കേണ്ട ഫേമിലെ KO. ഈ KOയിൽ എന്ത് അഡ്ജസ്റ്റഡ് ആയിരിക്കും, KOയിൽ KDയിൽ ആഫ്റ്റർ ടാക്സ് KD വെച്ചിട്ടായിരിക്കും ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടാവുക. നമ്മൾ നേരത്തെ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അതായത് അതിൽ KD ആഫ്റ്റർ ടാക്സ് ആണ് എടുക്കുക. അപ്പം അവിടെ ആ ടാക്സിൻ്റെ എഫക്റ്റ് വരുന്നതിനെ കൊണ്ട് ഈ KO എന്തായിരിക്കും, കുറച്ച് കുറവായിരിക്കും. അൺലിവേർഡ് ഫേമിൻ്റെ വെച്ച് നോക്കുമ്പോൾ ലിവേർഡ് ഫേമിൻ്റെ KO കുറച്ച് കുറവായിരിക്കും. ആ ഒരു ടാക്സിൻ്റെ എഫക്റ്റിനെ കൊണ്ടാണ് ആ കുറവ് വരുന്നത്. അപ്പം അത് നേരെ നിങ്ങൾ എന്ത് ചെയ്യുക, അൺലിവേർഡ് ഫേമിലെ EBIT അല്ലെങ്കിൽ EAT ഡിവൈഡഡ് ബൈ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ഇൻ അൺലിവേർഡ് ഫേം ഡിവൈഡഡ് ബൈ KO ഇൻ ലിവേർഡ് ഫേം. ലിവേർഡ് ഫേമിലെ KOനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നേരെ വാല്യൂ ഓഫ് ദ ഫേം കിട്ടും. വാല്യൂ ഓഫ് ദ ലിവേർഡ് ഫേം കിട്ടും. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് വാല്യൂ ഓഫ് ലിവേർഡ് ഫേം തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, KO ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, KO ഈസ് ഈക്വൽ ടു EBIT ഇൻറ്റു നമ്മൾ ഇതേ സാധനം തന്നെ EAT ഇൻ അൺലിവേർഡ് ഫേം ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ദ ഫേം ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഒരുപാട് കോൺസെപ്റ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളത്, അത് നമുക്ക് നോക്കാം. അതായത് ജസ്റ്റ് നമ്മൾ നേരത്തെ അപ്രോച്ച് വിത്തൗട്ട് ടാക്സ് നമ്മൾ പറയാൻ വിട്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊന്ന് ജസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കുക. ABC Limited adopts constant weighted average cost of capital approaches and believes that its cost of debt and overall cost of capital 9% and 12% respectively. If the ratio of the market value of debt to total market value of equity is 0.8, what return do shareholders expect? Assume that there are no taxes. No taxes ആണ്. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്, ഡെപ്റ്റ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് തന്ന ഐറ്റംസ് എന്താണെന്ന് ഒന്ന് എഴുതി നോക്കുക. KD തന്നിട്ടുണ്ട് 9%, അതുപോലെ തന്നെ KO തന്നിട്ടുണ്ട് 12%. പിന്നെന്താ തന്നിട്ടുള്ളത്, മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി, മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ് ടു മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി, അതായത് ഡെപ്റ്റ് ഡിവൈഡ് ബൈ ഇക്വിറ്റി തന്നിട്ടുണ്ട്. അത്രയാണ് 0.8. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ഗിവൺ ഐറ്റംസ് തന്നെ നോക്കിയാൽ നമുക്കൊരു ഇക്വേഷൻ കാണാൻ പറ്റും ഇവിടെ. അതായത് ഇതൊരു ഇക്വേഷനിലേക്കുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണെന്ന് കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും. അപ്പോൾ ഇതിൽ KO ഉണ്ട്. ഇതെന്താണ്, K ഈസ് ഈക്വൽ ടു KO പ്ലസ് ഡെപ്റ്റ് ഡിവൈഡ് ബൈ ഇക്വിറ്റി ഇൻറ്റു KO മൈനസ് KD എന്നുള്ള ഇക്വേഷനാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ KO എത്രയാണ് ഇവിടെ, 12% ആണ്. 12% പ്ലസ് ഡെപ്റ്റ് എത്രയാണ് വരുന്നത്, ഡെപ്റ്റ് ഡിവൈഡ് ബൈ ഇക്വിറ്റി എന്ന് പറയുന്നത് 0.8 ആണ്. 0.8 ഇൻറ്റു 12% ചെയ്താൽ, അതായത് 12% മൈനസ്
9% ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ കെ കിട്ടും. ദാറ്റ് ഈസ് 14.4%. അപ്പോൾ ഇതെന്ന് പറയുന്നത് MM അപ്രോച്ചിലുള്ള ഇക്വേഷൻ ആണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്? MCQയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. MCQ ഇമ്പോർട്ടൻസ് ഇതുപോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻ ഉണ്ട് വേറെ അടിയിൽ. ഇതാ ക്വസ്റ്റ്യൻ നമ്പർ 11. 1/3 ഓഫ് ടോട്ടൽ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഹാരി ലിമിറ്റഡ് കൺസിസ്റ്റ് ഓഫ് ലോൺ സ്റ്റോക്ക് which has a cost of 10%. Another company, Guru Limited, is identical in every respect except that its capital structure, all equity, and its cost of equity is 16%. In according to Modigliani-Miller approach, if we ignore taxation saving on debt, what would be the cost of equity of Harry Limited? Cost of equity of Harry Limited എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1/3 ഓഫ് ആദ്യം തന്ന ഐറ്റംസ്. നമ്മൾ ഇപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കിയിട്ടൊന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ തന്ന ഐറ്റംസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇക്വേഷൻ രൂപത്തിൽ ഒന്ന് എഴുതി നോക്കുക. 1/3 ഓഫ് ടോട്ടൽ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഹാരി ലിമിറ്റഡ് കൺസിസ്റ്റ് ഓഫ് ലോൺ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ്? 1/3 ഓഫ് ടോട്ടൽ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഡെപ്റ്റ് പ്ലസ് ഇക്വിറ്റി ആണ്. അതായത് ടോട്ടൽ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഹാരി ലിമിറ്റഡ് കൺസിസ്റ്റ് ഓഫ് ലോൺ സ്റ്റോക്ക് എന്നാണ് പറയുന്നത്. ഇത് 1/3 എന്ന് പറയുന്നത് 1 ഇക്വിറ്റി അല്ല, ഡെപ്റ്റ് ടു ഇക്വിറ്റി അല്ല പറയുന്നത്, ടോട്ടലായിട്ടുള്ളതിൽ അതായത് 1/3 ഡെപ്റ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇക്വിറ്റി എത്രയാണ് വരിക? അപ്പോൾ ഇങ്ങനൊരു ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുക? ഇത് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് 1/3 ഡെപ്റ്റ് ആണെന്ന് എടുത്തു പോകരുത്. അതായത് നമ്മൾ ഇക്വേഷൻ നിങ്ങൾ നേരെ എന്ത് ചെയ്യും? KE ഈസ് ഈക്വൽ ടു KO പ്ലസ് ഡെപ്റ്റ് ഡിവൈഡ് ബൈ ഇക്വിറ്റി എന്ന് ചെയ്ത് അങ്ങനെ പോയാൽ ഇത് തെറ്റാവും ആൻസർ. കാരണം ഇത് ടോട്ടൽ ടോട്ടൽ മാർക്കറ്റ് പ്രൈസ് ആണ് പറയുന്നത്. അതിനെ കൊണ്ട് തന്നെ നിങ്ങൾ ഇത് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യാൻ നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ കിട്ടുകയാണെങ്കിൽ അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡെപ്റ്റ് പ്ലസ് ഇക്വിറ്റിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. ഡെപ്റ്റ് പ്ലസ് ഇക്വിറ്റി ഇൻറ്റു 1 ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 1നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് തന്നെ വരും. ഇക്വിറ്റി ഈസ് ഈക്വൽ ടു 3 ഡെപ്റ്റ് എന്ന് വരും. അങ്ങനെ ആകുമ്പം ഇക്വിറ്റി ഈസ് ഈക്വൽ ടു ഈ ഡെപ്റ്റിനെ എന്ത് ചെയ്യുക? ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുക. ഇവിടെ പ്ലസ്സിലുള്ള ഡെപ്റ്റിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ മൈനസിലേക്ക് വരും. അപ്പോൾ 2 ഡെപ്റ്റ് എന്ന് വരും. ഇക്വിറ്റി ഈസ് ഈക്വൽ ടു 2 ഡെപ്റ്റ്. അതായത് ഇക്വിറ്റി എന്ന് പറയുന്നത് 2 ഡെപ്റ്റ് ആണ്. ഒരു ഇക്വിറ്റി എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതിലെന്താണ്? 1/3 ടോട്ടലായിട്ടുള്ളതിൽ 1/3 ഇക്വിറ്റി ആണ്. ബാക്കിയുള്ളത് എന്താണ്? ഡെപ്റ്റ് ആണ്. അല്ല, 1/3 ഡെപ്റ്റ് ആണ്, ബാക്കിയുള്ള എന്താണ്? ഇക്വിറ്റി ആണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ഒന്നും ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കുക. എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ഫണ്ട്സിനെ 1 ആയിട്ട് എടുക്കുക. 1 മൈനസ് 1/3 ഈസ് ഈക്വൽ ടു 2/3. അതായത് 2/3 ഡെപ്റ്റ് ആണ്, ഇക്വിറ്റി ആണുള്ളത്. 1/3 ഡെപ്റ്റ് ആണുള്ളത് എന്ന് കണ്ടുപിടിക്കുക. അപ്പം ഈ ഡെപ്റ്റിൻ്റെ ഇക്വിറ്റിൻ്റെ ക്വാണ്ടിറ്റി എത്ര ആയിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അപ്പോൾ ഡെപ്റ്റ് ഡിവൈഡ് ബൈ ഇക്വിറ്റി എന്നുള്ളത് എത്രയാണ്? 1/2 ആണ്. ഓക്കെ, ഇത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ക്യാപിറ്റൽ സ്ട്രക്ചർ KD എത്രയാണ്? 10% തന്നിട്ടുണ്ട്. KD ഈസ് ഈക്വൽ ടു 10% ഇവിടെ ഉള്ളിട്ട് തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ക്യാപിറ്റൽ സ്ട്രക്ചർ പിന്നെ വേറൊരു കമ്പനിയിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഇക്വിറ്റി മാത്രമുള്ളതിൽ ഇക്വിറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 60% ആണെന്ന് പറയുന്നുണ്ട്. നമ്മൾ അപ്രോച്ചിൽ പഠിച്ചിട്ടുണ്ട് എന്താണ്? ലിവേർഡ് ഫേമിലെ അൺലിവേർഡ് ഫേമിലെ ഒക്കെ എന്തായിരിക്കും? KO എപ്പോഴും സെയിം ആയിരിക്കും. അതായത് വാല്യൂ ഓഫ് ഫേം സെയിം ആയിരിക്കും. അതിൽ ലിവേർഡ് ഫേം ആവുന്ന കേസിൽ അതിൽ KOൻ്റെ അതായത് KEൻ്റെ കോസ്റ്റ് കൂടും. അതുപോലെ തന്നെ
ആ കോസ്റ്റ് കൂടുന്നത് എന്തായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും, അതായത് ഡെപ്റ്റ് കൂടുന്ന അനുസരിച്ചാണ് കെ ഇ കൂടുക. അപ്പോൾ ഡെപ്റ്റ് എത്ര കൂട്ടുന്നോ അതനുസരിച്ച് കെ ഇ കൂടുന്ന സമയത്ത് ഈ ഡെപ്റ്റിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ആ സേവിങ്, അതായത് ലോ കോസ്റ്റ്, ഇവിടെ ഈ കെ ഇ കൂടുന്ന അനുസരിച്ച് സെറ്റ് ഓഫ് ആയി പോകും. അപ്പോൾ അങ്ങനെയാണ് ആ കോൺസെപ്റ്റ് പറയുന്നത്. അപ്പം ഇത് ഒരു കേസിൽ, അത് അൺലിവേർഡ് ഫേമിലെ കെ ഇ എന്ന് പറയുന്നത് അൺലിവേർഡ് ഫേമിലെ കെ ഒ തന്നെയാണ്. ആ കെ ഒ തന്നെ ആയിരിക്കും എന്ത് ലിവേർഡ് ഫേമിലെ കെ ഒയും. രണ്ടിലും ഇക്വിറ്റീൻ്റെ, അതായത് കെ ഇ ആയിരിക്കും ഡിഫറൻസ് ഉണ്ടാവുക. അപ്പം അതിനെ കൊണ്ട് തന്നെ ഇവിടെ എന്താണ് കെ ഒയും നമുക്ക് കിട്ടി. കെ ഒ ഈസ് ഈക്വൽ ടു KO is equal to 16%. പിന്നെ നമുക്ക് ഇക്വേഷനിൽ ഇട്ട് നോക്കാം. അതായത് KE is equal to എന്താണ് KO പ്ലസ് ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഇൻറ്റു KO മൈനസ് KD is equal to KO എത്രയാണ് 16% പ്ലസ് ഡെപ്റ്റ് ഡിവൈഡ് ബൈ ഇക്വിറ്റി 1/2 ഇൻറ്റു KO 16% മൈനസ് KD 10% is equal to 1/2 into 6% എന്ന് പറഞ്ഞാൽ 3% is equal to 16% plus 3% is equal to 19%. അപ്പം 19% ആണ് എന്ത് വരുന്നത് കെ ഇ വരുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാൻ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ മോഡിഗ്ലിയാനി മില്ലർ അപ്രോച്ചിലെ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ MCQ ആയിട്ടും അല്ലെങ്കിൽ ചെറിയ മാർക്കിന് 2 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് മാർക്ക് ചെയ്തിടുക. അത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു ഇക്വേഷൻ കണ്ടില്ല, ഈ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഒരു ടാക്സിൻ്റെ എഫക്റ്റ് കൊടുത്താൽ നമുക്ക് എന്തായി വിത്ത് ടാക്സിലുള്ള ഇക്വേഷനായി മാറി. ഓക്കെ, അതായത് KEU ആയിരിക്കും, ഇവിടെ KEU ആയിരിക്കും. ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ ഡിഫറൻസ്. ഓക്കെ, ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻ നമ്പർ 12 ഉണ്ട്. ഈ 12 നിങ്ങൾ സ്വന്തമൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ആൻസർ ഞാൻ അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആർബിട്രേജ് പ്രോസസ്സാണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഏതാണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് ലെങ്തി ആയിട്ട് എടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് കോൺസെപ്റ്റ്സിൽ കൺഫ്യൂഷൻ വരുന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതിനെക്കൊണ്ടാണ് ഞാൻ ഇത്ര ഡീപ്പായിട്ടൊന്നും എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ബൈ.